നമസ്കാരം. റഷ്യയിലെ ഐസ് ബാറും വെസ്റ്റ്മിനിസ്റ്റർ ഡോഗ് ഷോയും ചൈനയിലെ മഞ്ഞുവീഴ്ചയും എല്ലാമാണ് ഈ ആഴ്ച നിങ്ങളെ കാത്തിരിക്കുന്ന കാഴ്ചകൾ. ഏവർക്കും കാണാക്കാഴ്ചയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഐസിന്റെ എല്ലാ സാധ്യതകളെയും ഉൾപ്പെടുത്തിയുള്ള ഒരു മ്യൂസിയമാണ് റഷ്യയിലെ പെർമാഫ്രോസ്റ്റ് കിങ്ഡം. ഐസിൽ തീർത്ത വിവിധ തരത്തിലുള്ള ശില്പങ്ങളും അലങ്കാരങ്ങളും മാത്രമല്ല, മ്യൂസിയത്തിന്റെ മേൽക്കൂര തന്നെ ഐസിലാണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മ്യൂസിയത്തോട് ചേർന്നുള്ള അണ്ടർഗ്രൗണ്ട് മദ്യശാലയാണ്. ചുറ്റും മഞ്ഞു പൊതിഞ്ഞു കിടക്കുന്ന ഈ പ്രദേശം കണ്ടാൽ ഇതിനടിയിൽ ഇങ്ങനെയൊരു കാഴ്ചയുണ്ടോ എന്ന് അതിശയിച്ചു പോകും. റഷ്യൻ ടൗണിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെയുള്ള യാക്കുസ്ക എന്ന സ്ഥലത്താണ് ഈ ഭൂഗർഭ ബാർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഫുഡ് മെനുവും വളരെ വ്യത്യസ്തമാണ്. ശീതീകരിച്ച മത്സ്യവും വോഡ്കയുമാണ് ഭക്ഷണക്രമം. ചുറ്റും മഞ്ഞു മൂടിക്കിടക്കുമ്പോഴും ശരീരം അല്പം ചൂടാക്കാൻ ഭൂഗർഭ ബാറിലേക്ക് നിരവധി ആളുകൾ എത്താറുണ്ട്. വാതിൽ തുറന്ന് അകത്ത് കടക്കുന്നത് മുതൽ തുടങ്ങുകയാണ് ഐസ് ബാറിലെ കാഴ്ചകൾ. ചുറ്റും വച്ചിരിക്കുന്ന അലങ്കാര വസ്തുക്കൾ എല്ലാം ഐസിൽ തീർത്തിരിക്കുന്നവയാണ്. എന്തിന്, മദ്യം വിളമ്പാൻ വെച്ചിരിക്കുന്ന ഗ്ലാസ് പോലും ഐസിൽ തന്നെ. കിടക്കാനും ഇരിക്കാനുമുള്ള ബെഡും കസേരയുമെല്ലാം നിർമ്മിച്ചിരിക്കുന്നതും ഐസിൽ തന്നെയാണ്. ഐസ് ഉരുകാതെ സ്ഥിരമായി നിർത്താനുള്ള ഉപകരണങ്ങളോ സജ്ജീകരണങ്ങളോ ഒന്നും ഇവിടെയില്ല. പുറത്ത് ചൂടുകാലമായാലും ഇതിനകത്ത് ശൈത്യമായിരിക്കും. ഇത് പറയുന്നത് ഭൂഗർഭ ബാറിലെ ഗൈഡ് വ്ളാഡിമർ ആണ്. Здесь нету морозильных установок, все поддерживает само себя, потому что вечная мерзлота — это лед. Все здесь веет холодом, потолки, полы, стены и выдерживают минусовую температуру. 2008 പെർമാഫ്രോസ്റ്റ് കിങ്ഡം എന്ന ഈ ബാർ കം മ്യൂസിയത്തിന്റെ ആരംഭം. ഐസിന്റെ എല്ലാ സാധ്യതകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റഷ്യയിലെ ഈ മ്യൂസിയം കാണാൻ അറിഞ്ഞും കേട്ടും നിരവധി പേരാണ് എത്തുന്നത്. സാന്റിയാഗോ ചിൽഡ്രൻസ് മൃഗശാലയിലെ 2 അതിഥികളെക്കുറിച്ചാണ് അടുത്തത്. വംശനാശ ഭീഷണി നേരിടുന്ന 2 ആഫ്രിക്കൻ പെൻഗ്വിനുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് പരിപാടികളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗങ്ങളാണ് ആഫ്രിക്കൻ പെൻഗ്വിനുകൾ. സാന്റിയാഗോ മൃഗശാലയിൽ എത്തിയിട്ടുള്ള ഇവർക്ക് ഇപ്പോൾ ലഭിക്കുന്നത് പ്രത്യേക പരിശീലനവും പരിചരണവുമാണ്. രണ്ട് വയസ്സ് പ്രായമുള്ള ആൺ പെൻഗ്വിനുകളെ പരിസരവുമായി ഇണക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മാത്രവുമല്ല, നാളെ ഈ വിഭാഗത്തിന്റെ അംബാസഡേഴ്സ് ആകാനുള്ളവരാണ് ഇവർ. പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള പ്രത്യേക പരിശീലനമൊക്കെ ഇവർക്കിവിടെ നൽകുന്നുണ്ട്.
ഓരോ ട്രെയിനിങ് സെഷൻ കഴിയുമ്പോഴും ഇവർക്ക് കുശാലാണ്. കാരണം ഏറ്റവും പ്രിയപ്പെട്ട മത്സ്യം തന്നെയാണ് ഭക്ഷണമായി നൽകുന്നത്. Right now what we're doing is we're going in and spending some time really just building a relationship. And yes, there's an animal training aspect to it with reward for certain behaviors and things we're looking for, but also relationship building is a big part of our animal work. പരിശീലന സെഷൻ കാണാൻ ഇവിടെ എത്തുന്ന സന്ദർശകർക്കും അവസരമുണ്ട്. 2001 മുതൽ 2009 വരെയുള്ള കണക്കുകളനുസരിച്ച് ആഫ്രിക്കൻ പെൻഗ്വിനുകളിൽ ഗണ്യമായ കുറവാണ് വന്നിരിക്കുന്നത്. The great thing about these two being here now is they're the beginning of a much bigger flock that's going to come to the San Diego Zoo for our Conrad Prebys Africa Rocks. അതുകൊണ്ട് തന്നെ ഇവയുടെ സംരക്ഷണത്തിനായി പ്രത്യേക ക്യാമ്പയിനും സാന്റിയാഗോ മൃഗശാല ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. വെസ്റ്റ്മിൻസ്റ്റർ ഡോഗ് ഷോയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. ഈ വർഷം ഒരു പ്രത്യേകത കൂടിയുണ്ട്. പുതുതായി 2 ബ്രീഡുകളെ കൂടി ഷോ പരിചയപ്പെടുത്തും. ലോകത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമാണ് വെസ്റ്റ്മിൻസ്റ്റർ ശ്വാന പ്രദർശനം. 139ാമത് വെസ്റ്റ്മിൻസ്റ്റർ ഡോഗ് ഷോയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം ഏറെക്കുറെ പൂർത്തിയായി. പുതുതായി 2 ബ്രീഡുകളെയാണ് ഈ വർഷം പരിചയപ്പെടുത്തുന്നത്. വയർഹെഡ് വിഭാഗത്തിലുള്ള വിസാല, കോട്ടൺ ഡിറ്റൂളർ എന്നിവയാണ് അവ. കഴിഞ്ഞ വർഷം 190 ബ്രീഡുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. അടുത്ത വർഷം 7 ബ്രീഡുകളെ കൂടി പുതുതായി മത്സരത്തിൽ പങ്കെടുപ്പിക്കുമെന്നാണ് വെസ്റ്റ്മിൻസ്റ്ററിന്റെ തീരുമാനം. ലോകത്തിലാകെ 400-ലധികം ബ്രീഡുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഇവയെല്ലാം ഡോഗ് ഷോയിൽ പങ്കെടുപ്പിക്കാനും സാധിക്കില്ല. During the course of the year, the American Kennel Club decides what breeds are eligible for their dog shows, and we're a member of the American Kennel Club, so we do what they tell us. And this year it's 2 new breeds, next year it'll be 7. So it's always a fun part of the process to see the new breeds. There's probably 400 breeds that are recognizable around the world. They just don't have enough of a following in this country to be part of what we do just yet. നീളമുള്ള രോമമുള്ള വിഭാഗക്കാരാണ് വിസാല. ഹംഗേറിയൻ വിസാലയേക്കാൾ പൊതുവെ ശാന്തരായ ഇക്കൂട്ടർ കായികക്ഷമതയുള്ള വിഭാഗത്തിലും വെളുത്ത ഇടതൂർന്ന രോമങ്ങളുള്ള കോട്ടൺ ഡിറ്റൂളർ നോൺ സ്പോട്ടിംഗ് വിഭാഗത്തിലുമാണ് മത്സരിക്കുക. കെൻഡക്കി ഡർബി ശ്വാന പ്രദർശനം കഴിഞ്ഞാൽ തൊട്ടുപിറകെയുണ്ട് വെസ്റ്റ്മിൻസ്റ്റർ ഷോ. 2000-ലധികം നായ്ക്കളാണ് വിവിധ വിഭാഗങ്ങളിലായി മത്സരിക്കുന്നത്. കഴിഞ്ഞ വർഷം വയർഹെഡ് ഫോക്സ് ടെറിയർ വിഭാഗത്തിലുള്ള സ്കൈ എന്ന ഇത്തിരി കുഞ്ഞിനാണ് വിജയിയായത്. ഒരു മനുഷ്യനെ പോലെ തന്നെ വ്യക്തിത്വവും പ്രദർശന താല്പര്യവുമെല്ലാം നായയുടെ വിജയ രഹസ്യങ്ങളാണ്. Well, you can call it charisma or personality or showmanship, anything like that. The dog's got to own the ground they stand over. They've got to be a great specimen of their own individual breed, first and foremost, but they then have to be a show dog. And one of our old-time show judges said it to me once, it's a dog show and you got to show. And that's part of it, as much as doing the things or being able to do the things that they were originally bred to do. ഫെബ്രുവരി 16-17 തീയതികളിലാണ് ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയറിൽ ഡോഗ് ഷോ നടക്കുക. ഒരു കഥയിലെ കഥാപാത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി തന്റെ ബെഡ്റൂം ഒരു ബോൾ റൂം പിറ്റാക്കിയത്.
13,000-ത്തിലധികം ബോളുകൾ നിറച്ച പിറ്റിൽ നിന്നാണ് ഡേവിഡിന്റെ ഒരു ദിവസം തന്നെ ആരംഭിക്കുന്നത്. ഒരു ദിവസം രാവിലെ ഉറങ്ങിയെണീറ്റപ്പോൾ ഡേവിഡിന്റെ തലയിൽ ഉദിച്ച ആശയമാണ് ഡോർമെറ്ററിയെ ഒരു ബോൾ പിറ്റാക്കിയാൽ എന്താണെന്ന്. കാര്യം വളരെ രസകരമായ ആശയമാണെങ്കിലും ഡേവിഡിന് ഈ ഐഡിയ കിട്ടിയത് ഒരു കഥാപുസ്തകത്തിൽ നിന്നാണ്. ഉണർന്നാൽ നേരെ ബോളുകൾക്കിടയിലേക്കാണ് അടുത്ത ചാട്ടം. പല വർണ്ണങ്ങളിലുള്ള ബോളുകൾക്കിടയിൽ അല്പനേരം. അതിനുശേഷം മാത്രമാണ് ഡേവിഡ് മറ്റു കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാറ് പോലും. റൈസ് യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻ്റാണ് ഡേവിഡ്. ഒരു കോമിക് വായിച്ചപ്പോഴാണ് ഈ ആശയം അങ്ങ് പ്രാബല്യത്തിൽ വരുത്തിയാലോ എന്ന് ഡേവിഡിനും തോന്നിയത്. 13,000-ത്തിലധികം ബോളുകളാണ് ഡേവിഡ് നിർമ്മിച്ച പിറ്റിലുള്ളത്. ചൈനയിലെയും സമീപ പ്രദേശങ്ങളിലെയും മൊത്ത വ്യാപാരികളുമായി വിലപേശിയാണ് ഈ ബോളുകളെല്ലാം സംഘടിപ്പിച്ചത്. ചൈനയിൽ നിന്നും ഇത്രയധികം സാധനം അമേരിക്കയിൽ എത്തിക്കാൻ ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും ഡേവിഡ് പറയുന്നു. നിറമുള്ള പ്രഭാതത്തോടൊപ്പം സുഖമുള്ള പ്രഭാതം കൂടിയാണ് ഈ ബോളുകൾ തനിക്ക് സമ്മാനിക്കുന്നതെന്ന് ഡേവിഡ് പറയുന്നു. Them shipped here, actually I almost got in trouble with the law because I didn't fill out the right forms, and so the U.S. government was freaking out. They're like, "What are these boxes that are unnamed shipped to David Nickel? What are they going to be in them?" And I was like, "Don't worry about it. They're not drugs or bombs. They're just plastic balls." And I was okay. പുതച്ച കൊച്ചു സുന്ദരിയാണ് ചൈനയിലെ ഹുവാങ്ഷാൻ കുന്നുകൾ. ചിത്രകാരന്മാരുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും പറുദീസയായ ഹുവാങ്ഷാൻ ശൈത്യകാലത്ത് അതിമനോഹരിയാണ്. എവിടെ നോക്കിയാലും മഞ്ഞ് മാത്രം. ചൈനയിലെ ഹുവാങ്ഷാൻ പർവ്വതം ആകെ മഞ്ഞ് പുതച്ചതുപോലെ. മരങ്ങളും റോഡുകളും ഇലകളുമെല്ലാം വെള്ള നിറത്തിൽ. ശരിക്കും ഒരു ക്യാൻവാസിൽ വരച്ച മഞ്ഞ് ചിത്രം പോലെ. മഞ്ഞ് പെയ്തുകൊണ്ടേയിരിക്കുന്നു. മഞ്ഞിൽ നിന്ന് മഞ്ഞിലേക്ക് ഇറ്റിറ്റ് വീഴുന്ന ഐസ് കഷ്ണങ്ങൾ. ചിത്രകാരന്മാരുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും പറുദീസയാണ് ഹുവാങ്ഷാൻ.黄山这个地方就是对于作画的人或者是对于摄影的人就是天堂，它变幻莫测。മറ്റു സീസണുകളിൽ വെച്ച് ഏറ്റവും സുന്ദരിയാണ് ഹുവാങ്ഷാൻ ശൈത്യകാലത്ത്. വെള്ള പൊതിച്ച ഈ സുന്ദരിയെ കാണാൻ നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്.
ഈ ആഴ്ചയിലെ കാണാ കാഴ്ചകൾ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.